ഈ ഒരു യാത്ര തികച്ചും യാദൃശ്ചികമല്ല. 3 ദിവസത്തിനിടയ്ക്ക് രണ്ടാമത്തെ യാത്രയാണ് കുട്ടിക്കാനത്തിന്. പലവട്ടം പീരുമേട് കുട്ടിക്കാനം വഴി കടന്നു പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു യാത്ര തികച്ചും വ്യത്യസ്തമാണ്. അധികം കേട്ടുകേൾവി ഒന്നുമില്ലാത്ത ഒരു സെമിത്തേരി തേടിയാണ് ഞാൻ ഇന്ന് ചുരം കയറുന്നത്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം, ഇവനെന്താ ഭ്രാന്താണോ എന്ന്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇതും ഒരു ഭ്രാന്താണെന്ന് തന്നെ കൂട്ടിക്കൂ. ചില യാത്രകൾ അനശ്വരമാക്കുന്നത് ലക്ഷ്യങ്ങളല്ല, അനുഭവങ്ങളാണെന്ന് പണ്ടെവിടെയോ വായിച്ചതായി ഓർക്കുന്നു. കോട്ടയത്ത് നിന്നും മുണ്ടക്കയം വഴി കുട്ടിക്കാനത്തേക്കുള്ള ആ ഒരു യാത്ര ശരിക്കും അടിവയറ്റിൽ മഞ്ഞ് കോരിയിടുന്ന ഒരു സുഖമാണ്. കാഴ്ചകൾ ഒന്നും കാണാനല്ലെങ്കിലും ആ കോടയും മഞ്ഞും തണുപ്പും ആസ്വദിച്ച് ബൈക്കിൽ അങ്ങനെ ചുരം കയറുമ്പോഴുള്ള ആ ഒരു ഫീൽ, അതിനുവേണ്ടി മാത്രം എത്ര തവണ കുട്ടിക്കാനത്ത് വന്നു പോയിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല. ഈ വഴി പോകുമ്പോൾ ഇവിടെ ഒന്ന് നിർത്തി ഒരു ചായയൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സ് ആയിട്ട് പോകുന്നവരാണ് കൂടുതലും. നമ്മുടെ സ്വന്തം വളഞ്ഞങ്ങാനം. ഇപ്പോൾ നീരൊഴുക്ക് കുറവാണെങ്കിലും ഈ വഴി പോകുമ്പോൾ ഇവിടെ ഒന്നും നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾ കോട്ടയംകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ എന്തോ ഒരു ഏനക്കേടാന്നേ. ചുരം കയറി തീരുന്നിടം വരെ എത്ര വ്യൂ പോയിന്റുകളുണ്ടോ അത്രയും വ്യൂ പോയിന്റുകളിൽ വണ്ടി നിർത്തി കാഴ്ചകളെല്ലാം ക്യാമറയിൽ പകർത്തി വളരെ സാവധാനത്തിലാണ് യാത്ര. എന്നാൽ ഏതൊരു കാഴ്ചയും കണ്ണാൽ കാണുന്ന മനോഹാരിതയിൽ പകർത്താൻ ഒരു ക്യാമറയ്ക്കുമാവില്ല. കണ്ണിലുടക്കുന്ന ചില ഫ്രെയിമുകൾ അത് കുറച്ച് നിമിഷത്തേക്കെങ്കിലും നമുക്ക് ഫ്രീസ് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിലെന്ന് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. എന്നാൽ ആ കടന്നുപോയ നിമിഷത്തെ നാം എത്ര റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും ആ ഒരു മൊമെൻറ്റ് പിന്നീട് ഒരിക്കലും സംഭവിക്കില്ല. ചിലപ്പോൾ നല്ലൊരു ലാൻഡ്സ്കേപ്പ്, മറ്റു ചിലപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ സ്പർശിക്കുന്ന ചില കാഴ്ചകൾ, പ്രകൃതിയുടെ ഓരോ ചലനവും ആസ്വദിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അത് പക്ഷേ കൂടെ വരുന്നവർക്ക് ഉൾക്കൊള്ളണം എന്നില്ല. ഒരേ വൈബുള്ളവർ ഒന്നിച്ചു ചേരുമ്പോൾ മാത്രമാണ് അങ്ങനെയുള്ള യാത്രകൾ സംഭവിക്കുന്നത്. കുട്ടിക്കാനത്തുനിന്ന് പീരുമേട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഞാൻ താഴേക്കൊരു വഴി കിടക്കുന്ന കണ്ടിട്ട് അങ്ങോട്ടൊന്ന് ഇറങ്ങി നോക്കിയതാണ്. എന്നെ കിടിലൻ സ്ഥലമാണെന്ന് നോക്കി. ഈ മരങ്ങളും ഒക്കെ നിന്നിട്ട് ഒരു പ്രത്യേക ഒരു ആംബിയൻസ്. ഇത് കണ്ടില്ലേ, ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലോട്ടുള്ള വഴിയാണ്. അവിടെ എൻട്രി റെസ്ട്രിക്റ്റഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ബൈക്ക് വെളിയിലാണ് വെച്ചത്. ഇത് കണ്ടില്ലേ, മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണാനായിട്ട് എന്ത് രസമാണ്. നിങ്ങൾ ശരിക്കൊന്നും കാതോർത്ത് കഴിഞ്ഞാൽ ചീവീട് ചലയ്ക്കുന്ന പോലെ ശബ്ദം കേൾക്കാനായിട്ട് സാധിക്കും. അങ്ങനെ അവസാനം ഞാൻ തേടിയെത്തിയ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. പലവട്ടം ഇതിനു മുന്നിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ഇതിനുള്ളിലേക്ക് കയറുന്നത്. അതെ, ഇതൊരു പള്ളിയാണ്. 1.5 നൂറ്റാണ്ടിന് മുമ്പ് പീരുമേട് കുട്ടിക്കാനം മേഖലകളിൽ തോട്ട വ്യവസായവുമായി എത്തിയ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരു CSI ദേവാലയം. ഈ മേഖലയിലെ ആദ്യത്തെ ദേവാലയവും ഇത് തന്നെയെന്ന് പറയപ്പെടുന്നു. പള്ളി അങ്കണത്തിലേക്ക് കയറുമ്പോൾ തന്നെയുള്ള ആ ഒരു അന്തരീക്ഷത്തിൻ്റെ വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. എവിടേക്ക് നോക്കിയാലും ഇടതൂർന്നു നിൽക്കുന്ന സൈപ്രസ് മരങ്ങളും കാറ്റാടി മരങ്ങളും. ആ ഒരു കാഴ്ച തന്നെ എന്തൊരു ഭംഗിയാണെന്നോ. വളരെ തണുത്ത ശാന്തമായ അന്തരീക്ഷം, യാതൊരു ശബ്ദകോലാഹലങ്ങളുമില്ലാതെ വളരെ ശാന്തമായി നിലകൊള്ളുന്നു. എന്നെ ഇവിടേക്ക് അടുപ്പിച്ചത് മറ്റൊരു കാരണമാണ്. ഈ പള്ളിയിലെ ബ്രിട്ടീഷ് സെമിത്തേരി, 2 ഏക്കറിൽ പരന്നു കിടക്കുന്ന സെമിത്തേരി. ആദ്യമായി നമ്മൾ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മനസ്സിൽ തെല്ലൊന്ന് ഭയം കോരിയിടും. 36 വിദേശീയരെ അടക്കം ചെയ്ത ഈ സെമിത്തേരിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒരു കുതിരയുടെ ശവശരീരം അടക്കം ചെയ്തിരിക്കുന്നു എന്നതാണത്. ലോകത്ത് തന്നെ ഒരുപക്ഷെ ആദ്യമായി കുതിരയുടെ മൃതശരീരം അടക്കം ചെയ്ത ഒരു സെമിത്തേരി ചിലപ്പോൾ ഇതാവാം. കുതിരയുടെ മൃതദേഹം അടക്കം ചെയ്ത കല്ലറയിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ഡൗണി, എ വൈറ്റ് ഹോഴ്സ് മെയർ ഓൺഡ് ബൈ JD മൺറോ. അതെ, ആധുനിക മൂന്നാറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന JD മൺറോയുടെ സുഹൃത്തും സന്തത സഹചാരിയുമായിരുന്ന ഡൗണി എന്ന വെള്ളക്കുതിരയുടേതാണ് ഈ ശവകുടീരം.
അതിന് തൊട്ടടുത്തായി അദ്ദേഹത്തിൻ്റെയും ശവകുടീരം നിലകൊള്ളുന്നു. എല്ലാ ശവകുടീരങ്ങളും കാലപ്പഴക്കം കൊണ്ട് വിസ്മൃതിയിലേക്ക് ആണ്ടുപോയവയാണ്. കല്ലുകൾ കൊണ്ടും ഇമ്പോർട്ടഡ് മാർബിൾസ് കൊണ്ടുമാണ് കല്ലറകളുടെ എല്ലാം നിർമ്മാണം. സ്കോട്ട്ലൻഡിൽ നിന്നും ഇംഗ്ലണ്ട്, അയർലൻഡ് എന്നിങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശീയരാണ് ഈ കല്ലറകളിൽ അന്ത്യവിഷമം കൊള്ളുന്നത്. ഈ കല്ലറകൾക്കിടയിലൂടെ നടന്നപ്പോൾ പെട്ടെന്നൊരു ശില്പം എൻ്റെ കണ്ണിലുടക്കി. ഒരു കുഞ്ഞു മാലാഖയുടെ രൂപം. എന്തോ ആ ഒരു ശില്പത്തിന് വല്ലാത്തൊരു ഭംഗി. അല്പം സങ്കടത്തോടുകൂടി തല കുനിച്ച് നിൽക്കുന്ന കുഞ്ഞു മാലാഖ. കാലപ്പഴക്കം കൊണ്ടാവണം ആ ശില്പത്തിന് കുറച്ച് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ കാണുമ്പോൾ ആ ശില്പത്തിൻ്റെ കൈ ചേതനയേറ്റ നിലയിലാണ്. ഇൻ മെമ്മറി ഓഫ് എ ജോയ് ഡിപ്പാർട്ടഡ് ബ്രിഡ്ജറ്റ് മേരി, ഡോട്ടർ ഓഫ് സ്റ്റാൻലി ആൻഡ് ഇവ റോസർ, ബോർൺ November 4th, 1932, died November 4th, 1934. ബ്രിഡ്ജറ്റ് മേരി എന്ന 2 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞു കുട്ടിയുടെ മൃതശരീരം അടക്കം ചെയ്ത കല്ലറയാണിത്. ജനനവും മരണവും ഒരു ദിവസം തന്നെ എന്ന ഒരു സവിശേഷതയും ഈ കല്ലറയ്ക്കുണ്ട്. ഇത് കണ്ടപ്പോൾ ഈ കുട്ടിയുടെ മരണകാരണം എന്തായിരിക്കും എന്നുള്ളൊരു ആകാംക്ഷ ഉള്ളിൽ നിറഞ്ഞു. പള്ളിയുമായി ബന്ധപ്പെട്ട ഒരാളോട് കാര്യം അന്വേഷിച്ചപ്പോൾ കുട്ടിക്ക് ന്യൂമോണിയ പിടിപെട്ട് മരണമടഞ്ഞതാണെന്ന് അറിയാൻ സാധിച്ചു. അത് തെല്ലൊന്നുമല്ല എൻ്റെ മനസ്സിനെ അലോസരപ്പെടുത്തിയത്. കല്ലറകളിൽ എല്ലാം തന്നെ പേരുകളും മരിച്ച വർഷവും കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ സെമിത്തേരിക്ക് മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. ഇവിടുത്തെ കല്ലറകളിൽ ഇപ്പോഴും മറ്റ് സഭാംഗങ്ങളെയും സ്വദേശികളെയും ഒന്നും അടക്കാൻ അനുമതിയില്ല. എന്നാൽ ബേക്കർ കുടുംബത്തിലെ ആഗ്രഹപ്രകാരം ദീർഘകാലം പള്ളിയിലെ പുരോഹിതനായ നല്ല തമ്പിയുടെ മൃതദേഹം ഇവിടെ അടക്കം ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹമാണ് ഇവിടെ അടക്കം ചെയ്ത ഏക ഇന്ത്യക്കാരനും. 1869 തിരുവിതാംകൂർ രാജാക്കന്മാർ നൽകിയ 15 ഏക്കർ സ്ഥലത്താണ് ഈ ദേവാലയവും സെമിത്തേരിയും നിലകൊള്ളുന്നത്. 150 വർഷങ്ങൾക്ക് മുമ്പ് CMS മിഷണറി പ്രതിനിധിയായ ഹെൻറി ബെക്കർ ജൂനിയർ യൂറോപ്യൻ വാസ്തുശൈലിയിൽ സ്ഥാപിച്ച ദേവാലയമാണിത്. 1.5 പതിറ്റാണ്ട് മുൻപുള്ള ദേവാലയം ഇപ്പോഴും അതേ നിലയിൽ തന്നെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഈ അടുത്ത് ജോസഫ് എന്ന ചിത്രത്തിൻ്റെ ചില രംഗങ്ങൾ ഇവിടെയാണ് ഷൂട്ട് ചെയ്തതെന്ന് അറിയാൻ സാധിച്ചു. അതുപോലെ കുറേയേറെ ചിത്രങ്ങളിലെ ഫ്രെയിമായ ഈ പള്ളിക്ക് ഹോൾസ് ചർച്ച് എന്നും പേരുണ്ട്. കാഴ്ചകൾ കണ്ട് സമയം പോയതേ അറിഞ്ഞില്ല. ഇരുട്ടി തുടങ്ങി. അങ്ങനെ ഹോൾസ് ചർച്ചിനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നിറങ്ങി. കുട്ടിക്കാനം വരെ വന്നിട്ട് നമ്മുടെ അമ്മച്ചിക്കൊട്ടാരം കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. നേരെ അങ്ങോട്ടേക്ക് വെച്ചു പിടിച്ചു. സമയം 5 മണി കഴിഞ്ഞതിനാൽ വഴികളിലെല്ലാം ഇരുൾ മൂടി തുടങ്ങി. പകൽ വെളിച്ചത്തിൽ വന്നാൽ തന്നെ ഇവിടെ ആകെ ഒരു മിസ്റ്ററിയാണ്. അപ്പം പിന്നെ വൈകുന്നേരത്തെ കാര്യം പറയണ്ടല്ലോ. ഇതാണ് നമ്മുടെ അമ്മച്ചിക്കൊട്ടാരം, കുട്ടിക്കാനത്തുള്ള അമ്മച്ചിക്കൊട്ടാരം. ഒരുപാട് സിനിമകൾക്കെല്ലാം ലൊക്കേഷനായിട്ടുള്ള ഒരു സ്ഥലമാണ് അമ്മച്ചിക്കൊട്ടാരം. വൈകുന്നേരം ഇവിടെ വരുമ്പോൾ ഒരു എന്താ പറയുക, ഒരു നെഗറ്റീവ്, ഒരു ഹൊറർ ഫീലാണ്. നമ്മുടെ ഈ കൊട്ടാരം അങ്ങ് ബാക്കിലേക്ക് കിടക്കുവാണ്. ഞാനത് കാണിച്ചു തരാം. നമ്മുടെ ലൂസിഫർ, കാർബൺ സിനിമ എല്ലാം ഷൂട്ട് ചെയ്ത് ഇവിടെ വെച്ചാണ്. നമ്മുടെ ലൂസിഫറിനകത്തെ ഒരു സ്റ്റണ്ട് സീനുണ്ട്. അത് ഇവിടെ സെറ്റ് ഇട്ടിട്ടാണ് അവർ ചെയ്തത്. ഒരു സ്റ്റണ്ട് സീൻ, നല്ലൊരു കിടിലൻ ഒരു സ്റ്റണ്ട് സീനൊക്കെ ഉള്ളത് അതിവിടെ സെറ്റ് ഇട്ടിട്ടാണ് അവർ ചെയ്ത്. പിന്നെ നമ്മുടെ കാർബൺ, അതുപോലെ കുറേ സിനിമകൾ, പഴയ കുറേ സിനിമകളെല്ലാം ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ടല്ലേ മൊത്തം ഒരുമാതിരി എന്താ പറയുക, വല്ലാണ്ടിരിക്കുവാണ്. ഒരു ഹൊറർ ഫീലാണ്. വൈകുന്നേരങ്ങളിലൊക്കെ ഇത് ഇവിടെ വരുമ്പോഴത്തേനും ഒരു ഹൊറർ ഫീലാണ്. ആ ലൈറ്റ് കിടക്കുമ്പോൾ തന്നെ കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ഇതൊരു ബംഗ്ലാവാണ്, പഴയ ഒരു ബംഗ്ലാവാണ്. ഇപ്പം വേറെ ആരുടെയോ ഒരു ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരു ബംഗ്ലാവാണ്. ഇപ്പം ഇത് സ്വകാര്യ വ്യക്തികളുടെ ആരുടെയോ കയ്യിലാണ്. നിങ്ങൾ കാണാം, അതുകൊണ്ടില്ലേ അതിൻ്റെ ബാക്ക് അങ്ങ് കിടക്കുവാണ്. ഇതിൻ്റെ ഫ്രണ്ട് വശമാണ് നിങ്ങൾ കാണുന്നത്.
ഫ്രണ്ട് അത്രയും കിടക്കുവാണ്. ഇപ്പം ശോചനീയമായ ഒരു അവസ്ഥയിലാണ്, ഇടിഞ്ഞ് പൊളിഞ്ഞ് ഒരു വല്ലാണ്ടാണ് കിടക്കുന്നത്. ഇതിനകത്തെ കാഴ്ചകൾ കാണിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ താഴേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ മദാമക്കുളമുണ്ട്. അതിപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നില്ല, കാരണം വെച്ചാൽ നന്നായിട്ട് ഇരുട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, എന്നാലും എന്താ ഒരു ഫീലാണ്. ഇതാണ് നമ്മുടെ അമ്മച്ചിക്കൊട്ടാരത്തിലേക്ക് കയറി വരുന്ന വഴി. ഈ ഒരു വഴി തന്നെ കണ്ടില്ലേ, ഒരു ഹൊറർ ഫീലാണ്. വൈകുന്നേരമൊക്കെ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും, ഇപ്പോൾ അത്യാവശ്യം കോട കുറവായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇവിടെ ഫുള്ള് കോട തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന കാണാം. ഇത് തന്നെ കണ്ടില്ലേ, ഇത് അവിടെയാണ് നമ്മുടെ അമ്മച്ചിക്കൊട്ടാരം. പിന്നെ നമ്മുടെ ഷാജോൺ മോഹൻലാലിനെ പിന്തുടർന്ന് വരുന്ന ഒരു സീനുണ്ട്, ഒരു ജീപ്പിൽ ഇങ്ങനെ കയറി വരുന്നൊരു സീൻ. ആ സീൻ എടുത്തേക്കുന്നത് ഇവിടെയാണ്. ഇനി അങ്ങോട്ട് അത്യാവശ്യം നല്ല ഒരു കാടാണ്, കാണിച്ചു തരാം. ഇവിടെ നിന്നാണ് ഷാജോൺ ജീപ്പുമായിട്ട് ഇങ്ങനെ കയറി ഫോളോ ചെയ്തും ലാലേട്ടനെ ഫോളോ ചെയ്ത് ഇങ്ങനെ വരുന്നൊരു സീനുള്ളത്. ഈ വഴി ഇങ്ങനെ മെയിൻ റോഡിലോട്ടാണ് ചെന്ന് ചാടുന്നത്. കുറച്ച് ദൂരമുണ്ട്, ഒരു 1/2 കിലോമീറ്ററോളം ഇങ്ങനെ ഈ വഴി, ഈ കാട് വഴി നേരെ ചെല്ലുന്ന മെയിൻ റോഡിലോട്ടാണ്. ഏതായാലും വൈകുന്നേരമൊക്കെ ഇവിടെ വരുമ്പോഴത്തേനുണ്ടല്ലോ, എന്താ പറയുക, ഒരു ഹൊറർ ഫീലാണ്. മഞ്ഞും കോടയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. കേട്ടില്ലേ, ഈ മരമൊക്കെ അതിന് പറ്റിയൊരു ആംബിയൻസും. പൊതുവേ ഇവിടുത്തെ ഈ അമ്മച്ചിക്കൊട്ടാരം ഏതെങ്കിലുമൊക്കെ ഹൊറർ ഫിലിമുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഹൊററായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കാർബൺ സിനിമയിലൊക്കെ ഉണ്ട്. കാർബൺ, നമ്മുടെ ലൂസിഫർ, ഞാൻ പറഞ്ഞല്ലോ ലൂസിഫറിനകത്തുണ്ട്. പിന്നെ കുറേ പഴയ പടങ്ങളിനകത്തൊക്കെ ഉണ്ട് ഈ സ്ഥലം. ആകെ ഒരു ഹൊറർ സെറ്റപ്പാണ്. കോടയും മഞ്ഞും ഉണ്ടെങ്കിൽ പറയുകയും വേണ്ട. എന്താണെന്നറിയില്ല, വല്ലാത്തൊരു നെഗറ്റീവ് വൈബാണ് മൊത്തത്തിൽ. കാട് പിടിച്ചു കിടക്കുന്ന ചുറ്റുപാടും ചാഞ്ഞു നിൽക്കുന്ന പാലമരങ്ങളും, ആംബിയൻസിന് വേണമെങ്കിൽ കുറച്ച് മൂങ്ങയുടെ കരച്ചിലും, ഒരു വല്ലാത്ത ഫീൽ തന്നെയാണ്. സന്ധ്യയായി കഴിഞ്ഞാൽ എങ്ങാണ്ടോന്നൊക്കെയുള്ള നരിയുടെ ഓരിയാനിടി നടക്കുമ്പോൾ ആരോ പുറകെ ഫോളോ ചെയ്യുന്ന പോലെയും മൊത്തത്തിൽ ഉള്ളിൽ തെല്ലൊന്ന് ഭയം കോരിയിടാൻ അമ്മച്ചിക്കൊട്ടാരത്തിന് സാധിക്കും. ഏതായാലും അധികം ഇരുട്ടുന്നതിന് മുന്നേ ഞാൻ സ്ഥലം വിടാൻ തീരുമാനിച്ചു. കാട്ടിലൂടെയുള്ള ഒരു ഓഫ് റോഡ് വഴി, അത് നേരെ ചെന്നെത്തുന്നത് മെയിൻ റോഡിലേക്കാണ്. അപ്പോഴേക്കും വഴികളിലെല്ലാം ഇരുൾ മൂടി തുടങ്ങിയിരുന്നു. ബ്രിട്ടീഷ് സെമിത്തേരിയും അമ്മച്ചിക്കൊട്ടാരവും, ആകെ മൊത്തത്തിൽ ഒരു വിറങ്ങലിപ്പ്. ഇനി ചുരമിറങ്ങി നേരെ വീട്ടിലേക്ക്. ഈ വഴി പോകുമ്പോൾ വളഞ്ഞങ്ങാനത്തുനിന്ന് ഒരു ചൂട് കട്ടൻ പതിവാണ്. അത് ഇത്തവണയും തെറ്റിച്ചില്ല. ആഗ്രഹങ്ങളുടെ കടുപ്പം കൂട്ടി യാത്രകളുടെ മധുരം നുണഞ്ഞ ഒരു കട്ടൻ.